ഹായ്, എൻ്റെ പേര് ഡോക്ടർ പ്രവീൺ കെ അലക്സ്. ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയാ വിദഗ്ധനും ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജനുമാണ്. മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്, അതിനെപ്പറ്റി വളരെ അധികം സംശയങ്ങളും ചോദ്യങ്ങളും ഉള്ള ഒരു സബ്ജക്റ്റാണ്. എന്താണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ? ആർക്കാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ? മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേദന എങ്ങനെ, അത് കഴിഞ്ഞിട്ട് നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി ഒരു വാക്ക് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ടിൽ വരുന്ന കാർട്ടിലേജിൻ്റെ തേയ്മാനം, ആ തേഞ്ഞു പോയ ഭാഗങ്ങൾ മാറ്റിവെക്കുന്നതാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ നമ്മൾ സാധാരണ ചെയ്തു വരുന്നത്. ഈ തേയ്മാനം ആർക്കൊക്കെയാണ് വരുന്നത്? സാധാരണ രീതിയിൽ ഉപയോഗം അനുസരിച്ചിട്ടാണ് തേയ്മാനം വരുന്നത്. അപ്പം തേയ്മാനം കുറേ വർഷങ്ങൾ 40 വയസ്സ് 60 വയസ്സാകുമ്പോഴത്തേക്കിനാണ് സാധാരണ വെയർ ആൻഡ് ടയർ കാരണം വരുന്ന തേയ്മാനത്തിലാണ് ഓസ്റ്റിയോആർത്രൈറ്റിസ് സംഭവിക്കുന്നത്. പിന്നെ അല്ലാതെ സന്ധിവാതം വരുന്ന ആൾക്കാർക്കും തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചില ലിഗമെൻറ്റ് ഇഞ്ചുറീസ്, മെനിസ്കൽ ഇഞ്ചുറീസ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ്, ട്രോമ കാരണം വന്ന ഇഞ്ചുറീസ് കാരണം, മുട്ടിന് ജോയിൻറ്റിന് വന്ന ഇഞ്ചുറീസ് കാരണം തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മുട്ടിൻ്റെ കാർട്ടിലേജ്, തരണാസ്ഥി തേഞ്ഞു പോയവർക്കാണ് നീ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നത്. നമ്മൾ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ തേഞ്ഞു പോയ ഭാഗം മാറ്റി വെച്ചിട്ട് ഒരു മെറ്റൽ പീസ് ആ ഒരു സ്ഥലത്തോട്ട് വെക്കുന്നതാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലായിരുന്നു, ഇപ്പോൾ ടൈറ്റേനിയം അല്ലെങ്കിൽ കൊബാൾട്ട്, ക്രോമിയം, അങ്ങനെ പലതരം അലോയികൾ ഉള്ള ഒരു മെറ്റലാണ്. മോസ്റ്റ്ലി ഇമ്പോർട്ടഡ് മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ മെറ്റീരിയൽസ് നമ്മൾ ബോൺ സിമെൻറ്റ് വെച്ചിട്ട് ആണ് നമ്മൾ ജോയിൻറ്റിൽ ഘടിപ്പിച്ച് വെക്കുന്നത്. പിന്നെ സാധാരണ വരുന്ന ചോദ്യം, എങ്ങനെയാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. സാധാരണ രീതിയിൽ മുട്ടിൻ്റെ തേയ്മാനം വരുന്നവർക്ക് നമ്മൾക്ക് മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കും. പല സ്റ്റേജിലാണ് തേയ്മാനം ഉള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സ്റ്റേജ് ഉണ്ട്. മുട്ട് വളവ് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഫോർത്ത് സ്റ്റേജിൽ വരുന്നവർക്കാണ് കൂടുതൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നത്. അതിനേക്കാട്ടിലും മുമ്പേ നമ്മൾ മരുന്ന് കൊണ്ട് ചികിത്സിക്കും, ഫിസിയോതെറാപ്പി കൊണ്ട് ചികിത്സിക്കും, കുറേ ബെൽറ്റ് കൊണ്ട് ചികിത്സിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ നൂതനമായിട്ടുള്ള ചികിത്സാ രീതി പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, PRP തെറാപ്പി, സ്റ്റെം സെൽ തെറാപ്പി, ഇതെല്ലാം ചെയ്യാനും സാധിക്കും. ഇതെല്ലാം ഇനീഷ്യൽ സ്റ്റേജസിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. ലാസ്റ്റ് സ്റ്റേജിലെത്തി നമ്മുടെ ദൈനംദിന ആക്ടിവിറ്റീസ് പോലും ബുദ്ധിമുട്ടായിട്ട് വരുന്നു, അന്ന് നടന്ന് വീടിനുള്ളിൽ പോലും നടക്കാൻ ബുദ്ധിമുട്ടായി വരുന്ന സ്റ്റേജ്, കാല് വളഞ്ഞു പോകുന്ന സ്റ്റേജിലാണ് നമ്മൾ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അഡ്വൈസ് ചെയ്യുന്നത്. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഏറ്റവും വലിയത് കോംപ്ലിക്കേഷൻസ് ഇൻഫെക്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിനേക്കാട്ടിലും മുമ്പേ നമ്മുടെ ശരീരത്തെങ്ങും ഇൻഫെക്ഷൻ ഇല്ല എന്ന് വരുത്തിക്കാൻ വേണ്ടി നമ്മൾ പ്രീ ഓപ്പ് ആയിട്ടുള്ള ഇവാലുവേഷൻ ഉണ്ടാകും. അതിനുവേണ്ടി ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ഹാർട്ടിൻ്റെ ഡോക്ടർ, പൾമനോളജിസ്റ്റ്, ENT ഫിസിഷ്യൻ, അങ്ങനെ പല ഡോക്ടേഴ്സിനെയും കാണിച്ച്, അനസ്തീഷ്യ ഡോക്ടേഴ്സിനെയും കാണിച്ച് ക്ലിയറൻസ് എടുത്തതിന് ശേഷമാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നത്. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരുടെയും ചോദ്യം, ഇത് സക്സസ്ഫുൾ ആകുമോ? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് നടക്കാൻ പറ്റുമോ? പല ആൾക്കാരും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എണ്ണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞ് വളരെ പേടിച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ റിസൾട്ട്സ് വളരെ നല്ലതാണ്. കോംപ്ലിക്കേഷൻ റേറ്റ് വളരെ കുറവുമാണ്. യൂഷ്വലി നമ്മൾ ഓപ്പറേഷൻ ഒരു മണിക്കൂറൊക്കെയാണ് എടുക്കുക. ഒരു സൈഡ് ഓപ്പറേഷൻ ചെയ്യും. ചില ആൾക്കാർക്ക് ഒരു സൈഡോ, ചിലർക്ക് 2 സൈഡോ ഒരുമിച്ച് ഓപ്പറേഷൻ ചെയ്യും. അപ്പം ഒരു സൈഡൊക്കെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 1-1.5 മണിക്കൂർ വരെയാണ് മൊത്തത്തിൽ എടുക്കുക. 2 സൈഡും ചെയ്യുമ്പോഴത്തേക്കും 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ എടുക്കാൻ സാധ്യതയുണ്ടാകും. മുട്ടുമാറ്റിവെക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പോസ്റ്റ് ഓപ്പ് കെയർ അനസ്തീഷ്യയാണ് നമ്മുടെ പെയിൻ ഒക്കെ മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ വേദനയൊന്നും അറിയാതെ തന്നെയുള്ള രീതിയിലാണ് ഇപ്പോൾ ചികിത്സ പോയിക്കൊണ്ടിരിക്കുന്നത്. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം ICUവിൽ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ഡേ ആണ് ICUവിൽ നിന്ന് മാറ്റി നമ്മൾ റൂമിലോട്ട് മാറ്റുന്നത്. നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ എക്സസൈസ് തുടങ്ങും. അടുത്ത ദിവസം തന്നെ നിർത്തി തുടങ്ങും. വേദന അനുസരിച്ചിട്ട് ആണ് നമ്മൾ പേഷ്യൻറ്റിനെ നടത്തി തുടങ്ങുന്നത്. മോസ്റ്റ്ലി 2ാമത്തെ ദിവസം മുതൽ പേഷ്യൻ്റ് സുഖമായിട്ട് നടക്കാൻ തുടങ്ങും. ആദ്യം വോക്കറിൻ്റെ സഹായത്തോടെയാണ് നടക്കുക. അങ്ങനെ നടന്ന് മോസ്റ്റ്ലി ഹോസ്പിറ്റലിൽ ഒരു 3-4 ദിവസത്തെ വാസം കഴിഞ്ഞ് മുറിവിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ പോയതിന് ശേഷം
നമ്മുടെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇവിടുന്ന് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ പഠിപ്പിച്ചിട്ട് വിടുന്നത്. വീട്ടിൽ പോയതിന് ശേഷം ഇനീഷ്യലി ആദ്യമേ ഫിസിയോതെറാപ്പി വേണം എന്ന് നിർബന്ധമില്ല. സ്വന്തമായിട്ട് ചെയ്യാവുന്ന കുറച്ച് എക്സസൈസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം 2 ആഴ്ച അല്ലെങ്കിൽ 10-14 ദിവസത്തിൻ്റെ ഇടയ്ക്കാണ് സ്റ്റിച്ചസ് റിമൂവ് ചെയ്യുന്നത്. സ്റ്റിച്ചസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വരണം. മുറിവിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ സ്റ്റിച്ചസ് ഒക്കെ എടുത്തതിന് ശേഷം 3 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മൾ വോക്കർ ഇല്ലാതെ നടക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 3 മുതൽ 6 ആഴ്ചയുടെ ഇടയ്ക്ക് നമുക്ക് പതുക്കെ സ്റ്റെപ്സ് ഒക്കെ കയറാനും ഇറങ്ങാനും ഉള്ള രീതിയിൽ ആകും. ഓപ്പറേഷൻ കഴിഞ്ഞ് 3-ാമത്തെ മാസം ആകുമ്പോഴത്തേക്കിനാണ് നമ്മൾ പൂർണ്ണമായിട്ടും റിക്കവറിയിലോട്ട് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ ഓപ്പറേഷനെക്കാട്ടിലും മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു സ്റ്റേജിലോട്ട് നടക്കാനും പുറത്തൊക്കെ ഇറങ്ങി നടക്കാനും ഏകദേശം ഒരു 3 മാസം വരെ സമയമെടുക്കും. പക്ഷേ റെസ്റ്റ് എന്നൊരു ആവശ്യം ഇതിന് ഇല്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് 2-ാമത്തെ ദിവസം തന്നെ നമ്മൾ നടന്ന് നമ്മൾ ഓപ്പറേഷൻ അത്രയും മേജറായിട്ടുള്ള സർജറി കഴിഞ്ഞാൽ നടന്നൊന്ന് തുടങ്ങാൻ വേണ്ടി ആ ഒരു ടൈം പീരീഡ് ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ്. ചിലർ 2-ാമത്തെ ദിവസം തന്നെ പൂർണ്ണമായിട്ടും കുഴപ്പമില്ല നടക്കും. ചിലപ്പോൾ ഒരു 10 days ഒക്കെ എടുത്തെന്ന് വരും. അങ്ങനെ 1 മാസം 3 മാസം ടൈം പീരീഡിലാണ് നമ്മൾ നോർമലായിട്ട് പഴയതുപോലെ നടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നടക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ കാലിന് മസിലിന് ബലക്കുറവൊക്കെ വരുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഫിസിയോതെറാപ്പി സജസ്റ്റ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എക്സസൈസുകൾ മാത്രം മതിയാകും. അടുത്ത ചോദ്യം, നമ്മൾ ഈ മുട്ട് മാറ്റി വെച്ചു ഇതിന് ശേഷം എത്ര നാൾ ഇതിന് കുഴപ്പമില്ലാതിരിക്കും, നമുക്ക് വീണ്ടും വേദന വരുമോ എന്നുള്ളതാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. മുട്ടുമാറ്റി വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അഡ്വാൻസ് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന മെറ്റൽസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം 15 to 20 years വരെയാണ് അതിൻ്റെ ലാസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ആ ഒരു ടൈം പീരീഡിൽ നമ്മുടെ ബോൺസ് വീക്ക് ആകുകയും ചിലപ്പം ലൂസനിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ റിവിഷൻ സർജറി വേണ്ടി വന്നേക്കാം. അത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് വേണ്ടി മാത്രമേ വരുള്ളൂ. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സർജറിയാണ്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജി, വേദന ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വളരെ നൂതനമായ ടെക്നോളജി നമ്മുടെ അനസ്തീഷ്യ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അതേപോലെ നമ്മുടെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു ശസ്ത്രക്രിയ വളരെ വിജയകരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ പറ്റിയുള്ള ഏകദേശം ഉള്ള സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് കൺസൾട്ട് ചെയ്യുക. തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ടാകും. താങ്ക് യു.